everyone, welcome to FM Madonna 39.25 പറയാം പാടാം കേട്ട് രസിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശിവന്യ 7th D. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറില്ലേ? നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു പക്ഷെ ഡോക്ടറാകാൻ, എൻജിനീയർ ആകാൻ, വലിയ കലാകാരനാകാൻ. പക്ഷേ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാറുണ്ട്, അല്ലേ? ചിലപ്പോൾ നമ്മൾ സ്വയം ചോദിക്കാറില്ലേ, എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തുമോ എന്ന്? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു കൂട്ടുകാരനെയാണ്. അവൻ്റെ പേര് സാന്റിയാഗോ. ഒരു സാധാരണ ഇടയനായ സാന്റിയാഗോ ഒരു നിധി തേടി സ്പെയിനിൽ നിന്ന് ഈജിപ്തിലേക്ക് നടത്തുന്ന യാത്രാകഥയാണ് ആൽക്കെമിസ്റ്റ് എന്ന നോവൽ. നോവലിനെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ 7th Dയിൽ നിന്ന് ഖദീജ ഫഹീമ. നമസ്കാരം. പൗലോ കൊയ്ലോയുടെ വിഖ്യാത നോവലായ ആൽക്കെമിസ്റ്റ് വെറുമൊരു കഥയല്ല, മറിച്ച് സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠമാണ്. സ്പെയിനിലെ ഇടപാലനായ സാന്റിയാഗോയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഒരു നിധി ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെക്കുറിച്ച് സാന്റിയാഗോ തുടർച്ചയായി സ്വപ്നങ്ങൾ കാണുന്നു. ഈ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുവാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ ആടുകളെ വിറ്റ് നിധി തേടി ഈജിപ്തിലെ പിരമിഡുകളിലേക്ക് അവൻ യാത്ര തുടങ്ങുന്നു. യാത്രാമധ്യേ സാന്റിയാഗോ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നു. ഓരോരുത്തരും അവന് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നു. ഒരു ജ്ഞാനിയായ രാജാവിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം വ്യക്തിപരമായ ഇതിഹാസം എന്നതിനെക്കുറിച്ച് അവനോട് പറയുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം പിന്തുടരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നമ്മെ സഹായിക്കാനായി കൂടെയുണ്ടാകുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത്. സാന്റിയാഗോ മരുഭൂമിയിലൂടെ മലപ്പച്ചകളിലൂടെ യാത്ര തുടങ്ങുന്നു. കള്ളന്മാരെ, അപകടങ്ങളെ അവൻ നേരിടുന്നു. ഇതേസമയം മരുഭൂമിയെക്കുറിച്ച് നന്നായി അറിയുന്ന ആൽക്കെമിസ്റ്റ് എന്ന ഒരാളെ അവൻ കണ്ടുമുട്ടുന്നു. ആൽക്കെമിസ്റ്റ് അവനോട് അവൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാൻ പഠിപ്പിക്കുന്നു. അവൻ നിധി തേടി ഏറെ അലഞ്ഞെങ്കിലും അവസാനം അവൻ അറിയുന്നു, യഥാർത്ഥ നിധി അവൻ്റെ യാത്രയിൽ അവൻ നേടിയ അറിവും അനുഭവങ്ങളുമാണെന്ന്. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ പോലും നമുക്ക് വഴികാട്ടിയായി മാറുമെന്ന് ഈ പുസ്തകം പറയുന്നത്. വളരെ ലളിതമായ ഈ കഥ വലിയൊരു ജീവിത സത്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. നന്ദി. കൂട്ടുകാരെ, സാന്റിയാഗോയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ആൽക്കെമിസ്റ്റ് എന്ന നോവൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഖദീജ ഫഹീമയ്ക്ക് ഒരുപാട് നന്ദി. ഇനി കേൾക്കാം അറിയാം കറന്റ് ക്ലിപ്സ്. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഉത്തരം തമിഴ്നാട് സ്വദേശി CP രാധാകൃഷ്ണൻ. പൂർണ്ണമായി സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ ആനോഖി ദുനിയ തുറന്നതെവിടെ? ഉത്തരം ഗുജർ, ഉത്തർപ്രദേശ്. കൂട്ടുകാരെ, കറന്റ് ക്ലിപ്സ് എല്ലാവരും ഓർത്ത് വെക്കണേ. മറ്റു വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നത് വരെ ദിസ് ഈസ് RJ ശിവന്യ സൈനിങ് ഓഫ്. പറയാം പാടാം കേട്ട് രസിക്കാം.